നോക്കുന്നത് 172/2025 ചോദിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന രീതി തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം, അത് കഴിഞ്ഞ് പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് കുളച്ച യുദ്ധം. പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഗോദാവരി. ഗാസ യുദ്ധം സംബന്ധിച്ചു ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഒന്നാമത്തെയും രണ്ടാമത്തെയും. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ-സിസിയും ആണ് അധ്യക്ഷത വഹിച്ചത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ രണ്ടാമത്തെ. ഹിതകാരിണി സമാജം വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാന EV രാമസ്വാമി നായ്ക്ക്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് രണ്ടാമത്തേത്. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലിയാണ് വാവുവേലി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഖാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? എക്കൽ മണ്ണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് താഴ്വരക്കാറ്റ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് E. സന്തോഷ് കുമാർ. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന 1ഉം 3ഉം ശരി. കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിലെ പ്രധാന കാരണമായി. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം 2ഉം 3ഉം ആണ്. ഗാട്ടിൻ്റെ പിൻഗാമിയായിരുന്നു WTO. ഗാട്ട് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യകരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകമാണ് ശിശുമരണ നിരക്ക്. ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. നീതി ആയോഗ് യോജിക്കാത്ത പ്രസ്താവന. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയുന്നത് യോജിക്കാത്ത പ്രസ്താവനയാണ്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം 2023 പ്രമേയം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 2002. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് അനുച്ഛേദം 44 സിവിൽ നിയമസംഹിതയാണ് തെറ്റായിട്ടുള്ളത്. ഒരു ബില്ല് പണമില്ലോ ആണോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്? 20 വർഷം മുമ്പ് വരെയുള്ള. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസാണ് മൾബറി വിയസ് മാറ്റ്സൺ കേസ് 1803. താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന 1ഉം 4ഉം ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6ലാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർലമെൻറ്റ് എന്ന പദം ഉത്ഭവിച്ചത് പാല എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്ന്. ഇത് രണ്ടുമാണ് തെറ്റ്. ശരിയായിട്ടുള്ള 2, 3 ആണ്. ഇന്ത്യൻ രാഷ്ട്രപതി ലോക്സഭയിലും രാജ്യസഭയിലെ അംഗമല്ല. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. മതപരമായ ആചാരങ്ങൾ നിയമിക്കുവാനുള്ള അവകാശം അതത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 26. പ്രൊഗേഷൻ എന്നത് ഒരു സെക്ഷൻ അവസാനിക്കുന്നു എന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? രാജ്കുമാർ റാവു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? 1 ലക്ഷം. കേരളത്തിൽ MC ജോസഫ് അതിനു മുമ്പ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്ന വ്യക്തിയാണ് ശ്രീമതി KC റോസക്കുട്ടി. താഴെ തന്നിരിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം. P. സച്ചിദാനന്ദൻ്റെ ഏത് നോവലിലാണ്
കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത് മരണ സർട്ടിഫിക്കറ്റ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ. താഴെ പറയുന്നത് പൂർണ്ണമായി ജീവിതശൈലി രോഗമല്ലാത്തത്. മലേറിയ. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിക്കുന്ന അവയവം കരൾ. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി. പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? സ്തനാർബുദം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് ഇവയെല്ലാം. അത് സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിൻ്റെ കസേരയിൽ. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നത് ശരിയല്ലാത്തത് 1ഉം 2ഉമാണ്. പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. അത് ശരിയാണ്. എന്താണ്? പ്രവേഗ വ്യത്യാസം വരുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഒരു വസ്തുവിൽ ചെയ്ത പ്രവൃത്തി 4000 ജൂള്. 2025 നവംബർ 2 ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03 ബന്ധപ്പെട്ട് ശരിയായി തിരഞ്ഞെടുക്കുക. 1ഉം 3ഉമാണ് ശരിയായത്. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജ്ജം ഉണ്ടായിരിക്കുക? ആൻസർ 2ഉം 4ഉമാണ്. താഴെ പറയുന്ന ഏത് ക്രമീകരണമാണ് അതിന് നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? ബി ആണ്. ലോഹ സ്ഥാനചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടിക ഉൾപ്പെടാത്തത് ജോൺ എ മാർട്ടിൻസ് ആണ്. താഴെ പറയുന്ന കിളിപ്പാട്ട് വൃത്തവുമായി അറിയപ്പെടുന്നത് ഏതാണ്? കേകയാണ്. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേര് വിഗതകുമാരൻ. മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത് ഇശൽ. ഇന്ത്യൻ ക്രിക്കറ്റ് സച്ചിന് മുമ്പ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസമാണ് സുനിൽ ഗവാസ്കർ. തക്ബുർണി എന്ന സമകാല നോവൽ രചിച്ചത് വന്ദന.